ഒരു പക്ക അറേഞ്ച്ഡ് മാരേജ്. രചന ഷാന റിസ്വാൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്നൂഞ്ഞേരി. ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിയാതെ ആദ്യം അവന്റെ ജാക്കറ്റിൽ പിടിച്ചുലച്ചു. ആദി, ഉറങ്ങിപ്പോയ നീ? വീണ്ടും പുറത്തുനിന്ന് ഫെബിയുടെ ശബ്ദമുയർന്നു. അതെ, നീയാ എന്നെ വിളിച്ചത്. നീ വരാൻ പറഞ്ഞിട്ടാ ഞാൻ വന്ന്. ഒരു പ്രത്യേക ഭാഗത്തോട് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറയുമ്പോൾ എല്ലാം തകർന്നടിഞ്ഞവളെ പോലെ ശീലകണക്കിന് നിന്നുപോയി അവൾ. ഒപ്പം കവളിനെ തഴുകിക്കൊണ്ട് മിഴിനീർമുത്തുകൾ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ഞാനൊന്ന് മോഹിച്ച അത് നേടിയെടുത്ത് അടങ്ങുകയുള്ളൂ. അങ്ങനെ ഒരു സ്വഭാവമുണ്ട് കാലിത്തിന്. പറയുന്നതിനോടൊപ്പം അവളുടെ കഴുത്തിൽ ചുറ്റിക്കിടന്ന ഷോൾ വലിച്ചെടുത്താൻ മുകളിലേക്ക് എറിഞ്ഞു. ശേഷം പിന്നിൽ കെട്ടിവെച്ച മുടിയിലെ പെണ്ണ് ഊരിയെടുത്തു. ആ ഇടതൂർന്ന മുടിയിഴകളെ അവൻ രണ്ട് കൈ ഉപയോഗിച്ചൊന്ന് ചിക്കിയെടുത്തു. നിസ്സായതയോടെ അവൾ അവനെ തന്നെ ഉറ്റുനോക്കി. പറഞ്ഞല്ലോ, എനിക്ക് വേണം നിന്നെ. അതിനെന്ത് തരംതാണ കളിയും കളിക്കാൻ കാലിത് തയ്യാറാണ്. ഒരു ക്രൂരഭാവന്റെ മുഖത്ത് വിരിയുന്ന വേദനയോടെ അവൾ തിരിച്ചറിഞ്ഞു. അവൻ തന്റെ ജാക്കറ്റിന്റെ സിബിൽ വലിച്ച് അത് ഊരി നിലത്തേക്ക് ഇട്ടു. ശേഷം ഷർട്ടിന്റെ ബട്ടൺസ് ഓരോന്നായി അഴിക്കാൻ തുടങ്ങി. കണ്ണു നിൽക്കാൻ താല്പര്യമില്ലാത്ത പോലെ കണ്ണിൽ ഇറുക്കിയടച്ചവൾ മുഖം വെട്ടിച്ചു. കാലിത് വിരലുകളാൽ അവന്റെ മുടിയൊന്ന് അലങ്കോലമാക്കി. ബെഡിലെ പില്ലോകളിൽ ഒന്നെടുത്ത് നിലത്തേക്ക് ഇട്ടു. വൃത്തിയായി വിരിച്ചു വെച്ചിരിക്കുന്ന ബെഡ്ഷീറ്റ് ചുരുട്ടിക്കുട്ടി. ഒരു വാക്കുകൊണ്ട് പോലും എതിർക്കാൻ കഴിയാതെ അവന്റെ ചെയ്തികളെല്ലാം നോക്കി നിൽക്കേണ്ടി വന്നു ആദിക്ക്. ഇതിനോടകം 3-4 തവണ ഫെബി അവളുടെ ഫോണിലേക്ക് ഡയൽ ചെയ്ത് കഴിഞ്ഞിരുന്നു. എത്ര വിളിച്ചിട്ട് എടുക്കുന്ന കാണാനായിട്ട് അവൻ ഡോറിന്റെ ഞെക്കിൽ പിടിച്ചമർത്തിയതും വാതിൽ തുറന്നു പോന്നു. ആഷി മുന്നിലൂടെ പാസ് ചെയ്ത് മിനിറ്റുകൾക്ക് ശേഷം ലോറി സ്റ്റാർട്ട് ചെയ്ത് അയാൾ അവന്റെ പുറകെ കൂടി. ഏതോ ചിന്തയിൽ പതുക്കെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന അവൻ തന്നെ പിന്തുടരുന്നതിനെ കുറിച്ച് അറിയുന്നേ ഉണ്ടായിരുന്നില്ല. ഒരൽപ്പം തിരക്കുറഞ്ഞ സ്ഥലമെത്തിയതും അയാൾ ലോറിയുടെ സ്പീഡ് കൂട്ടി. ചീറിപ്പാഞ്ഞു വന്നുകൊണ്ട് ബുള്ളറ്റിന്റെ പുറകിൽ ശക്തിയായി ഇടിച്ചു. ആഷി തെറിച്ച് നടു റോഡിൽ ചെന്ന് വീണു. എതിരെ വന്നിരുന്ന മറ്റൊരു ലോറി അവന്റെ കാലുകളിലൂടെ കയറി ഇറങ്ങി. ആ ഭയങ്കര ശബ്ദവും കൂടെ അവന്റെ അലർച്ചയും കേട്ട് അടുത്ത വീടുകളിൽ നിന്നുള്ള ആളുകൾ വരെ ഓടിക്കൂടി. അപ്പോഴേക്ക് ഇടിച്ചിട്ട് അവൻ രക്ഷപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഡോറിന്നും അകത്തിറങ്ങുന്ന കാഴ്ച കൊണ്ട് ഒരു നിമിഷം ഫെബി ശ്വാസം എടുക്കാൻ വരെ മറന്നുപോയി. തന്റെ ജീവന്റെ പാതിയും സഹോദരനും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സർവ്വ ഊർജവും നഷ്ടപ്പെട്ട് ശരീരം തളരുന്ന പോലെ തോന്നി. മനസ്സ് പതിരിപ്പോയ നിമിഷം അവൾക്കായി സൂക്ഷിച്ച റോസാപ്പൂ പൊക്കി നിലത്തേക്ക് വീണ് ചിന്നിച്ചിതറി. മുന്നിലുള്ളതെല്ലാം മറച്ചു പിടിക്കുന്ന വിധം മിഴികൾ നിറഞ്ഞു തുളുമ്പി. ഹൃദയം പൊട്ടിക്കീറുന്ന വേദനയിൽ അവനൊന്ന് വിതുമ്പിപ്പോയി. എന്തെല്ലാം സന്തോഷങ്ങളുമായി വന്നതായിരുന്നു. അപ്പോഴൊന്നും ഇങ്ങനൊരു ചതി പ്രതീക്ഷിച്ചില്ല. അവന്റെ കണ്ണിലെ മിഴിനീർ മാറി അഗ്നി ആളിക്കത്താൻ അധിക സമയം വേണ്ടി വന്നില്ല. ദേഷ്യം കൊണ്ട് കവിളുകൾ വിറകൊണ്ടു തുടങ്ങി. രണ്ടുപേരെയും ചുട്ടരിക്കാനുള്ള അരിശവുമായി അവൻ ഓരോ ചൂടുകളും അവർക്കരിയിലേക്ക് എടുത്തു വെച്ചു. അപ്പോഴും നോട്ട് ആദിയിലേക്കായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹാവസ്ഥയിലായിപ്പോയി അവൾ. ഫെബിക്ക, അത്രമേൽ വേദനയോടൊന്ന് വിളിച്ചു നോക്കിയെങ്കിലും അത് കേട്ടപ്പോൾ അവന്റെ ഉള്ളിലെ കനൽ ഒന്നുകൂടി ആളിക്കത്തുകയാണ് ചെയ്ത്. പല്ലിയരിച്ചുകൊണ്ട് അവൻ ആദിയെ തുറിച്ചു നോക്കി. ഫെബി പ്ലീസ്, അവളൊന്നും ചെയ്യരുത്. ആദിക്ക് മുന്നിലേക്ക് ആയിരുന്നുകൊണ്ട് കാലിത് അവൾക്ക് വേണ്ടി യാചിച്ചു. അവൻ തനിക്ക് വേണ്ടി ഫെബിയോട് സംസാരിക്കുന്ന കേട്ട് ആൾക്ക് എവിടുന്നേക്കോ ദേഷ്യം നുരഞ്ഞു കയറി. മാറിക്കങ്ങോട്ട്, ഫെബിക്കാനോട് സംസാരിക്കാൻ എനിക്കറിയാം. കാലിദിനെ തള്ളി മാറ്റിക്കൊണ്ടവൾ ഫെബിയുടെ അരികിലേക്ക് ചെന്ന് സംസാരിക്കാൻ തുടങ്ങിയതും കേൾക്കാൻ താല്പര്യമില്ലാത്ത വണ്ടിയിൽ അവൻ മുഖം തിരിച്ചു കളഞ്ഞു. ഞാനൊന്നും ചെയ്തിട്ടില്ലേക്ക പറഞ്ഞപ്പോൾ അവിടെ ചങ്കിലൊരു പിടുത്തം അനുഭവപ്പെട്ടു. എത്രയൊക്കെ ദേഷ്യം കാണിച്ചാലും ഫെബിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവന്റെ പ്രാണനായിരുന്നവൾ. അവൾ ചതച്ച് ഉൾക്കൊള്ളാൻ കഴിയാതെ അവന്റെ ഉള്ളിൽ നിന്നൊരു തേങ്ങലുയർന്നു. കണ്ണുനീറാണ പൊട്ടിയ കണക്കിന് കവിളിലൂടെ നിലത്തേക്ക് പതിച്ചു. സങ്കടം സഹിക്കവയ്യാതെ ചുണ്ടുകൾ കടിച്ചു പിടിച്ച് കണ്ണുകൾ ഇറുക്കി അടച്ചു. തന്റെ ജീവൻ കൺമുമ്പിൽ നിന്ന് ഉരുകുന്ന കണ്ടിട്ടും അവനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ പോയി ആദിക്ക്. ഫെബിക്ക, എന്നെ ഒന്ന് കേൾക്കൂ പ്ലീസ്. ആദ്യം അവന്റെ കയ്യിൽ പിടിച്ചു. അവളെ തട്ടിമാറ്റി പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചതും വാതിൽക്കൽ ശാപത്തിയത് ഒരുമിച്ചായിരുന്നു. അവിടുത്തെ ചുറ്റുപാടിൽ നിന്നെന്തോ പന്തികേട് മണത്തവൻ കാലിദിനെ ആദ്യം സംശയത്തോടെ മാറി മാറി നോക്കി. അതിനേക്കാൾ ഫെബിയുടെ സങ്കടം നിറഞ്ഞ മുഖം അവനെ തളർത്തിക്കളഞ്ഞു. തോറ്റുപോയടാ ഞാൻ. ഹൃദയത്തിനകത്തൊന്നും കളങ്കില്ലാത്ത സ്നേഹം പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ ഈ ജീവിതത്തിൽ ഞാൻ തോറ്റുപോയി. അവളോട് ചോദിച്ചു നോക്ക്, ചേർത്ത് നിർത്തിയതല്ലാതെ എപ്പോഴെങ്കിലും അടർത്തി മാറ്റിയിട്ടുണ്ടോന്ന്. ഇത്രയും സ്നേഹിച്ചിട്ട് ഇങ്ങനെ ചതിനോട് ചെയ്തെന്തിനാണെന്ന് ചോദിക്കുക അവരോട്. ഞാൻ എൻ്റെ റെയ്ഹാനേക്കാൾ കൂടുതൽ അടുപ്പം കാണിച്ചോ സ്നേഹം കാണിച്ചോ ഇവനോടാ. എന്നിട്ടാ അവളും അവനും ചേർന്ന് എനിക്ക് ഇങ്ങനെ ഒരു സമ്മാനം തന്ന്. ഓരോന്നും പറഞ്ഞ് മുഖം പൊത്തി പൊട്ടിക്കരയുന്ന ഫെബിയെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയാതെ ശാബ് കുഴങ്ങിപ്പോയി. ദേഷ്യം കനലായി എരിഞ്ഞ് അവന്റെ അസ്ഥിക്ക് തീ പിടിക്കാൻ തുടങ്ങി. കാലിദിനെ ആദ്യം കത്തിച്ചു കളയാൻ പാത്തിന് അവന്റെ കണ്ണുകളിൽ അഗ്നി ആളിക്കത്തി. വേദനയ്ക്ക് നടുവിൽ ആദിയുടെ ഉള്ളം ഭയം കാരണം വിറകൊണ്ടു. ഷിയാബിന്റെ സ്വഭാവം വെച്ച് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതിന് അവൻ തന്നെ ബാക്കി വെച്ചേക്കില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. പ്രതീക്ഷിച്ച പോലെ തന്നെ ഫെബിയെ മുന്നിൽ നിന്ന് തട്ടിമാറ്റിക്കൊണ്ടവൾ ആദിയുടെ നേർക്ക് പാഞ്ഞെടുത്ത് കൈവീശി അവളുടെ കവിളിൽ ആഞ്ഞടിച്ചു. ഹൃദയത്തിന് ഏറ്റവും മുറിയുമായി ഫെബി റൂമിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അവരെ കേട്ടുകൊണ്ട് അവിടെ ബാക്കിയുള്ളവരും ഉണ്ടായിരുന്നു. മോനെ, അവന് തകർന്ന അവസ്ഥ കണ്ടൊന്ന് ചേർത്ത് പിടിക്കാൻ വേണ്ടി ഉപ്പ അരികിലേക്ക് ചെന്നെങ്കിലും ആർക്കും മുഖം കൊടുക്കാതെ എങ്ങനെയൊക്കെയോ കോണിപ്പടികൾ ഇറങ്ങി അവൻ താഴേക്ക് പോയി.
കൺമുന്നിൽ ഷിയാബ് ആദ്യം തള്ളിച്ചതക്കുന്ന കണ്ട് ഖാലിദിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ ചെന്ന് ഷിയാബിന്റെ കയ്യിൽ പിടുത്തമിട്ടു. ചെയ്തത് തെറ്റാണെങ്കിൽ അത് ഞാനും കൂടി ചേർന്നാ, ഇനി അവൾ തുടരുത്, ബാക്കി എന്നെ ആവാം. പറഞ്ഞിരുന്നില്ല, ഷിയാബിന്റെ കൈ കൊണ്ടൊരടി ഖാലിദിന്റെ മുഖത്തും കിട്ടി. ജീവനോളോ വെച്ചേക്കണ്ടടാ, അവനെ കൊന്നുകളഞ്ഞേക്ക്, ഞങ്ങൾക്ക് ഇനി ഇങ്ങനെ ഒരു മകനില്ല. ഉപ്പയുടെ ശബ്ദം കേട്ട് ഖാലിദ് മെല്ലെ മുഖമേർത്തി നോക്കി. ദേഷ്യത്തിന് പകരം അവരിൽ വേദന തളം കെട്ടി കിടക്കുന്ന കണ്ടിട്ട് പോലും അവനൊരു ഇളക്കവും ഉണ്ടായില്ല. സോനവരെ അതിശയിച്ചു പോയി. തന്റെ ഇക്കയിൽ നിന്ന് ഇതുപോലെ നീച പ്രവൃത്തി അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ആ കൺകോളിൽ ഉരുണ്ടുകൂടിയ മിഴിനീരിൽ നിന്നും രണ്ടു തുള്ളി താഴേക്ക് പതിച്ചു. മാമ, മാമി, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പെട്ടെന്നുണ്ടായ ഷോക്കിൽ പ്രതികരിക്കാൻ കഴിഞ്ഞില്ല എനിക്ക്, അതാ സത്യം. എവിടെ എവിടെ ഫെബിക്ക? ആരുടെ മറുപടിക്കായി കാത്തു നിൽക്കാതെ മുറിയിട്ടവൾ പുറത്തേക്ക് ഇറങ്ങി. കൂടി നിൽക്കുന്നവരിൽ സ്വന്തം ഉമ്മയെ കണ്ടതും ആദിയുടെ നിയന്ത്രണം വിട്ടുപോയി. ഉമ്മ എന്നെ വിശ്വസിക്കും ഉമ്മ, ഇക്കാര്യം മറന്ന് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പ്ലീസ് ഉമ്മ, എന്നെ വിശ്വസിക്ക്. ഉമ്മയെ ഇറുക്കെ കെട്ടിപ്പിടിച്ചവൾ പൊട്ടിക്കരഞ്ഞു. അവരുടെ ചെയ്തികളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഉമ്മ നിസ്സഹയായി. കണ്ണീരോട് അവർ ചുറ്റിലുമുള്ളവരെ മാറി മാറി നോക്കി. എല്ലാവരുടെയും മുഖത്ത് നിർവികാരത മാത്രം. ഉമ്മയിൽ നിന്ന് ഒരു തരത്തിലുള്ള പ്രതികരണം വരുന്നില്ലെന്നറിഞ്ഞ് അവൾ തനിയെ അടർന്നു മാറി. ആരും ഒന്നും ചെയ്യേണ്ട, എനിക്ക് ഫെബിക്കാനോട് മാത്രം പറഞ്ഞാൽ മതി. ഇക്കാര്യം മാത്രം ബോധിപ്പിച്ചാൽ മതി എന്റെ നിരപരാധിത്വം. കണ്ണു തുടച്ചുകൊണ്ട് ഫെബിയോട് സംസാരിക്കാനായി ധൈര്യത്തോടെ അവൾ കോണിപ്പടികൾ ഇറങ്ങി താഴേക്ക് ചെന്നു. വായിൽ തോന്നിയ മുഴുവൻ വിളിച്ചു പറയുന്നതിനൊപ്പം തലങ്ങും വിലങ്ങും തല്ലുന്നുണ്ടായിരുന്നു അയാൾ അവനെ. എല്ലാം നിന്ന് ഏറ്റുവാങ്ങിയെന്നല്ലാതെ ഒരക്ഷരം കൊണ്ടുപോലും ഉപ്പ എതിർക്കാൻ ഖാലിദ് മുതിർന്നില്ല. അവസാനം കുറച്ച് ശാപവാക്കൾ കൂടി അവന്റെ തലയിലേക്ക് തള്ളി. കരഞ്ഞു കളന്ന തന്റെ ഭാര്യയും കൊണ്ട് അയാൾ പുറത്തേക്ക് നടന്നു. മെല്ലെ മിഴികൾ ഉയർത്തി അവൻ അവർ പോയെന്ന് ഉറപ്പുവരുത്തി. ശേഷം പോക്കറ്റിൽ നിന്ന് ഫോൺ വലിച്ചെടുത്തു. കുറെ നേരമായി അത് അവിടെ കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്നു. ബിബിയുടെ കുറേയധികം മിസ്ഡ് കോള്. തിരിച്ചു വിളിക്കാൻ ഒഴിവില്ല. പെട്ടെന്ന് വാട്സാപ്പ് ഓപ്പൺ ചെയ്തു. പ്രതീക്ഷിച്ച പോലെ അയാളുടെ മെസ്സേജ് വന്ന് കിടപ്പുണ്ട്. തുറന്നു നോക്കി. ഡൺ എന്നെഴുതിയതിന്റെ കൂടെ തംസപ്പ് കൂടി കാണിച്ചിരിക്കുന്നു. ആദിക്ക് വേണ്ടി വാദിക്കാനുള്ള ഒരേ ഒരുത്തൻ. അവന്റെ കഥ കഴിഞ്ഞു. ആഷിക്കുന്ന കുഞ്ഞു ചാപ്റ്റർ ക്ലോസ്. ഓർക്കവേ ഖാലിദിന്റെ ചുണ്ടിൽ ക്രൂരമായൊരു ചിരി തെളിഞ്ഞു. ശേഷം തറയിൽ കിടന്ന ഷർട്ട് എടുത്തെറിഞ്ഞവൻ മെല്ലെ പുറത്തേക്ക് കടന്നു. പല പ്രാവശ്യം വിളിച്ചിട്ട് ആഷി കോൾ അറ്റൻഡ് ചെയ്യാത്ത കാരണം റിൻഷയ്ക്ക് കരച്ചിൽ വന്നു തുടങ്ങിയിരുന്നു. അവളുടെ നമ്പർ കണ്ട് അവൻ മനഃപൂർവ്വം എടുക്കാത്തതെന്നാണ് അവൾ വിചാരിച്ച്. ബാൽക്കണിയിൽ നിന്ന് ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുമ്പോൾ എന്തോ വല്ലാത്തൊരു ഭാരം ഹൃദയത്തെ കീഴ്പ്പെടുത്തുന്ന പോലെ തോന്നിയവൾക്ക്. മുഖം പൊത്തിക്കൊണ്ട് സോഫയിലിരിക്കുന്ന ഫെബിയുടെ കാൽ കീഴിൽ മുട്ടുകുത്തി നിന്ന് കുറച്ചു മിനിറ്റുകൾ മുന്നേ സംഭവിച്ച ഓരോന്നും എണ്ണി എണ്ണി പറയുകയാണ് ആദി. അതിന് സാക്ഷിയായി ആ വീട്ടിലെ ഓരോരുത്തരും അവൾക്ക് ചുറ്റും നിരന്നിരുന്നു. ആദിയുടെ കണ്ണുനീരും അവളുടെ ദൃഢതയോടെയുള്ള വാക്കുകളും അവന്റെ ഉള്ളിൽ ഉയർന്നു താഴുന്ന സംശയങ്ങൾക്ക് അല്പമെങ്കിലും ഉത്തരം നൽകി. അതോടെ അവന്റെ മനസ്സിന് തെളിയ ആശ്വാസം തോന്നി. അല്ലെങ്കിലും അവൾക്ക് തന്നെ ചതിക്കാൻ കഴിയില്ലെന്ന് വിശ്വാസം വന്നു തുടങ്ങിയപ്പോഴാണ് ഖാലിദ് സ്റ്റെയർ ഇറങ്ങി അവർക്കരിയിലേക്ക് വരുന്നത്. ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? ഞാൻ മാത്രം കുറ്റക്കാരനല്ലേ? എന്നോടൊപ്പം നിന്ന് തെറ്റിയത് നീ വലിയ പുണ്യാളത്തി. അതല്ലെങ്കിൽ അങ്ങനെ വരൂ. പെണ്ണൊന്ന് കണ്ണുനീരൊലിപ്പിച്ച് പറഞ്ഞാൽ പിന്നെ അതാണല്ലോ ശരി. ഖാലിദിന്റെ ശബ്ദം കേട്ട് എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്കായി. ആദ്യം അവനെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ തുറുക്കനെ നോക്കി. നീ എന്നെ നോക്കി പേടിപ്പിച്ചിരുന്ന ഒരു കാര്യമില്ല ആദി. എന്തായാലും കുറ്റം ഒറ്റയ്ക്ക് ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറല്ല. അപ്പോ അവൾ ഇതുവരെ പറഞ്ഞു മുഴുവൻ കള്ളാണെന്നാണ് നീ പറയുന്നത്? ഫെബിയുടെ ഒപ്പം ഇടയിൽ കയറി. എന്താ സംശയം? പിടിക്കപ്പെട്ടപ്പോ എല്ലാ കുറ്റങ്ങളും കൂടി അവൾ എന്റെ തലയിലേക്ക് വെച്ചേട്ടി സ്വയം രക്ഷ നോക്കി. ആയിക്കോട്ടെ, പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഇന്നോ നിലയെ തുടങ്ങിയില്ലെന്ന് മാമൻ ഓർക്കണം. പ്രണയത്തിലായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെയാ ഫെബിയായിട്ടുള്ള ഇവിടെ കല്യാണം നടന്നെന്ന് വെച്ച് ഞങ്ങൾക്ക് പിരിയാൻ പറ്റുമോ? അത്രയ്ക്ക് സ്നേഹിച്ചല്ലേ? ഖാലിദിന്റെ വാക്കുകൾ ഫെബിയുടെ മുറിഞ്ഞ ഹൃദയത്തിലേക്ക് കൂരമ്പുകൾ പോലെ തുളഞ്ഞു കയറി. ഒന്ന് ആശ്വസിച്ചു വന്ന അവന്റെ മനസ്സ് വീണ്ടും തകർച്ചയിലേക്ക് എത്തി. അതേസമയം ഖാലിദിന്റെ പള്ളിയിലേക്ക് പിച്ചാത്തി കുത്തിയിറക്കാനാണ് ആദിക്ക് തോന്നിയത്. പല്ലുകൾ ഞെരിച്ചുകൊണ്ട് മുഷ്ടിയുരുട്ടി അവൾ അവന് നേരെ പാഞ്ഞു. പേ പിടിച്ച നായെ, നാക്കിനെ എല്ലില്ലെന്ന് കരുതി എന്ത് തോന്നിയാസം വിളിച്ചു പറയാന്നോ? വെറുതെ വിടില്ല നിന്നെ ഞാൻ. എന്റെ ജീവിതം നശിപ്പിച്ച് വല്ലതും നേടാന്ന് മോഹമുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിൽ വെച്ചേക്ക് നീ. പറഞ്ഞിരുന്നപ്പോഴേക്ക് അവളുടെ ഉള്ള ഊർജ്ജം മുഴുവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. അത്രയ്ക്ക് കിതക്കുന്നുണ്ടായിരുന്നു അവൾ. ആ സംസാരത്തിന് നടുവിലേക്ക് ഫെബി എഴുന്നേറ്റ് വന്നു. വായിൽ തോന്നിയൊക്കെ വളവളാന്ന് പറയുന്നുണ്ടെങ്കിലും അവനെ ഫേസ് ചെയ്യാൻ എന്തോ വല്ലാത്ത മടി തോന്നി ഖാലിദിന്. സത്യാണോടാ നീ പറഞ്ഞ്? നിങ്ങൾ തമ്മിൽ മുന്നേ പ്രണയത്തിലായിരുന്നു? ഇവള് സമ്മതിച്ചെന്നാലില്ലെങ്കിലും സത്യതാണ്. ഫെബിയുടെ നോട്ട ആദിയിലേക്ക് നീണ്ടു. മിഴികൾ നിറച്ചുകൊണ്ട് ദയനീയമായ അവളില്ലെന്ന് തലയാട്ടി കാണിച്ചു. അവൾ അതേ പറയൂ, വഞ്ചകി. പക്ഷേ സത്യം എന്താണെന്ന് ഞാൻ തെളിച്ചുതരാം. ഒരു മിനിറ്റ് പറഞ്ഞുകൊണ്ട് ഖാലിദ് വേഗത്തിൽ തന്നെ ബെഡ്റൂമിൽ ലക്ഷ്യം വെച്ച് നടന്നു. ഡോറിന്റെ ഞെക്കിൽ പിടിച്ചുന്തി അകത്തേക്ക് കയറി. ഷെൽഫിൽ ഒരു കൂട്ടം ബുക്കുകൾക്കിടയിൽ നിന്നും കറുത്ത പുറഞ്ചട്ടയുള്ള തന്റെ പ്രിയപ്പെട്ട ഡയറി വലിച്ച് പുറത്തേക്ക് എടുത്തു. ശേഷം ധൃതിപ്പെട്ട് അതിന്റെ താളുകൾ മറിച്ചുകൊണ്ടിരുന്നു. തേടിയതെന്തോ കണ്ണിൽപ്പെട്ടതും പെട്ടെന്ന് അവന്റെ കൈകൾ നിശ്ചലമായി. ആ 2 വെള്ളക്കടലാസുകൾ എടുത്തവൻ അതേപോലെ വെളിയിലേക്ക് കടന്നു. പുറത്തെല്ലാവരും അവനെയും കാത്തു നിൽക്കുകയായിരുന്നു. അവൻ വേഗം ചെന്ന് തന്റെ കൈയുള്ള പേപ്പറുകൾ ഫെബിക്ക് നേരെ നീട്ടി. ഒരു നിമിഷം പാഴാക്കാതെ അവനെ തുറന്നു വായിച്ചു.
രണ്ട് പേപ്പറുകളിലൂടെയും പലതവണ മാറി മാറി നോക്കുമ്പോൾ ഫെബിയുടെ മിഴികൾ അവൻ പോലും അറിയാതെ നിറഞ്ഞു കവിഞ്ഞിരുന്നു. ആ മുഖത്തെ വേദന വായിച്ചെടുത്ത പോലെ ആദ്യ ഫെബിയുടെ കൈയുള്ള പേപ്പറുകൾ പിടിച്ചെടുത്ത് അതിലെന്താണെന്ന് കണ്ണോടിച്ചു. നോക്കിയതേ ഓർമ്മയുള്ളൂ. ശരീരത്തിൽ അവശേഷിച്ച ശക്തിയും നഷ്ടപ്പെടുന്ന പോലെ തോന്നിയവൾക്ക് ഒരിറ്റ് നനവിനായി അവളുടെ തൊണ്ട മോഹിച്ചു. റിൻഷ വിടാതെ വീണ്ടും വീണ്ടും ആഷിയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേയിരുന്നു. അവന് വെറുപ്പിച്ചാൽ കോൾ അറ്റൻഡ് ചെയ്യുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. വിചാരിച്ച പോലെ തന്നെ അവസാനം കണക്റ്റായി. ഹാപ്പി ബർത്ത്ഡേ ആഷി. ഹലോ ഹലോ. പെട്ടെന്ന് ഫോണിൽ ഒരു പരിക്കൻ ശബ്ദം കേട്ട് റിൻഷയുടെ മുഖത്ത് ചിരി വാങ്ങി. ഹലോ, ഇതാരാ? ആഷി എവിടെ? ഈ ഫോണിന്റെ ഉടമസ്ഥന് ഒരു ആക്സിഡന്റ് പെട്ട് ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലാണ്. നിങ്ങൾ അടുത്ത ബന്ധുവല്ലോ? ഞാൻ അവന്റെ ഫ്രണ്ടാ. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത എന്തോന്ന് മനസ്സിനെ കീഴ്പ്പെടുത്തിയ കാരണം റിൻഷയ്ക്ക് വാക്കുകൾ മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഫോൺ ലോക്ക് ആയതുകൊണ്ട് ആരെയും വിളിക്കാൻ സാധിച്ചില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അവരുടെ കുടുംബത്തെ ഒന്ന് അറിയിച്ചാൽ നന്നായിരുന്നു. ഞാൻ പറയാം. എപ്പോൾ വിളിച്ചാലും നിങ്ങൾ കോൾ അറ്റൻഡ് ചെയ്യണം. സിറ്റി ഹോസ്പിറ്റൽ അല്ലേ? അതെ. ഇനി എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടായിരുന്നു അവൾക്ക്. പക്ഷെ സാധിച്ചില്ല. ഒന്നും കേൾക്കാനുള്ള ശക്തിയില്ല. നെഞ്ചിൽ കടുത്ത ഭാരവുമായി ബീൻ ബാഗിലേക്ക് ഇരിക്കുമ്പോൾ വല്ലാതെ കുഴഞ്ഞു പോകുന്ന പോലെ തോന്നി. എന്റെ പൊന്നാഷി, ഇതിനായിരുന്നു കുറച്ചു മുന്നേ എന്നെ വിളിച്ച് അത്രയും സ്നേഹത്തോടെ നീ സംസാരിച്ച്. മരവിച്ചു പോയ അവസ്ഥയിൽ ഒരു തുള്ളി കണ്ണുനീര് പോലും അവളുടെ മിഴികളെ നനച്ചില്ല. കുറച്ചു സമയം റിയാലിറ്റിയിലേക്ക് വരാൻ കഴിയാതെ ഏതോ മായാലോകത്തേക്ക് സഞ്ചരിച്ചു പോയി അവൾ. കാലിതായിരുന്നു ഞാനറിയാതെ ആ കത്തുകളൊക്കെ എന്റെ ബാഗിൽ കൊണ്ടുവച്ചിരുന്നു. ആദ്യം തലകറങ്ങുന്ന പോലെ തോന്നി. അവരുടെ രണ്ടുപേരുടെയും നിൽപ്പ് പന്തിയിൽ നിന്ന് കണ്ട ഷിയാബ് അവളുടെ കയ്യിൽ നിന്ന് ആ പേപ്പറുകൾ വാങ്ങി വായിച്ചു. ഒന്നിൽ വീട്ടുകാരന്റെ കല്യാണം ഉറപ്പിച്ചു, ഇനി എന്നെ കാത്തിരിക്കുന്നതെന്നും മറ്റേതിൽ സാറുമായുള്ള കല്യാണത്തിന് താല്പര്യമില്ലെന്നും വീട്ടുകാരുടെ നിർമ്മത്തിന് വഴങ്ങിയാണെന്നും നിന്റെ കൂടെ ഇറങ്ങി വരാൻ ഞാൻ തയ്യാറാണെന്നൊക്കെ അറിയിച്ചുകൊണ്ട് ഷിയാബിന്റെ ഉള്ള ആ നിമിഷം ഉലഞ്ഞുപോയി. ആദ്യോടെ എന്തെന്നില്ലാത്ത വെറുപ്പ് തോന്നി അവന്. അവളുടെ മലയാളം കൈയക്ഷരം ഫെബിക്കത്ര വശമില്ലെങ്കിലും ലെറ്ററിലെ പദപ്രയോഗങ്ങൾ അതായി തന്നെ എഴുതിയതാണെന്ന് തെളിയിക്കാൻ പാകത്തിനുള്ളതാണ്. അവൻ ആദ്യയുടെ നേരെ കൈ നീട്ടി. എന്റെ കയ്യിലടിച്ച് പ്രോമിസ് ചെയ്യ്, ഈ കത്തുകൾ എഴുതിയ നീയല്ലെന്ന്. എങ്കിൽ ഞാൻ നിന്നെ വിശ്വസിക്കാം. ഫെബി പറഞ്ഞു. ശ്വാസം ഇറക്കി പിടിച്ച എല്ലാവരും ആദ്യം തന്നെ നോക്കിയാണ് അവളുടെ മറുപടി എന്താണെന്നറിയാൻ. അവൾക്ക് അനക്കമില്ല, ഉരിയാട്ടമില്ല. ഫെബിയുടെ മുഖത്ത് പോലും നോക്കാൻ സാധിക്കുന്നില്ല. വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു. മിഴിനീനെ നിയന്ത്രിക്കാൻ കഴിയാതെ ഏങ്ങലടികൾ ഉയർന്നുകൊണ്ടിരുന്നു. സ്വബോധം വീണ്ടെടുത്ത റിൻഷ ഏതോ ഓർമ്മയിൽ ഫോൺ എടുത്ത് ആദിക്ക് വിളിച്ചു. ഒന്നല്ല, പലവട്ടം റിങ് ചെയ്ത് തീരുകയെന്നല്ലാതെ ഒരു പ്രയോജനം ഉണ്ടായില്ല. അപ്പോഴാണ് ഷിയാബിന് ഓർമ്മ വന്നത്. നമ്പറില്ല. അവന് നെറ്റ് ഓൺ ആയിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻസ്റ്റ ഓപ്പൺ ചെയ്തു. കണ്ടില്ലേ ഷിയാബ്, അവൾക്ക് ഉത്തരവില്ല. അല്ലെങ്കിൽ അല്ലെന്ന് പറഞ്ഞാ പോരെ. അതിനർത്ഥം അവളും ചേർന്ന് എന്നെ ചതിക്കായിരുന്നല്ലേ. പാതി നിറഞ്ഞ മിഴികളോടെ ഫെബി ഷിയാബിനെ നോക്കി. അല്ല ഫെബിക്ക, അങ്ങനെയല്ല. ഞാനറിയാം എൻ്റെ ബാഗിൽ സ്ഥിരമായിട്ട് കത്തുകൾ കൊണ്ടുവെക്കുന്ന ആളാരാണെന്നറിയാൻ. അയാൾ കൺവട്ടത്തേക്ക് കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തി നോക്കിയതാ. സത്യം ഞാൻ പറയുന്നത്. വേണമെങ്കിൽ ആശയോട് ചോദിച്ചു നോക്ക്. അവരുണ്ടായിരുന്ന എല്ലാത്തിനും എൻ്റെ കൂടെ. ഷിയാബിന് ഫെബിക്കിടയിലേക്ക് എറിയുന്ന ഒരു ആവശ്യത്തിൽ പറയുമ്പോഴാണ് ശരിക്കും ആശയുണ്ടല്ലോ എൻ്റെ നിരപരാധിത്വം തെളിയിക്കാനെന്ന് അവൾ ഓർക്കുന്നത് തന്നെ. അതെ, ആശി വരും. ഇതുവരെ സംഭവിച്ച എന്തൊക്കെയാണെന്ന് അവൻ പറയൂവരോട്. ഓർത്തപ്പോൾ അവിടെ എല്ലാ മനോവേദനകളും കെട്ടടങ്ങി. അവനെ വിളിക്കാനായി ഷിയാബിനോട് ഫോൺ വാങ്ങാൻ തുനിഞ്ഞതും അത് റിങ് ചെയ്ത് ഒരുമിച്ചായിരുന്നു. പോകിൽ നിന്ന് ഫോൺ എടുത്ത് നോക്കിയതും സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ടവൻ നെറ്റി വിളിച്ചു. റിൻഷ? അത് ഈ മിഡ്നൈറ്റിൽ എടുക്കണോ വേണ്ടോ എന്നൊരു നിമിഷം ശങ്കിച്ചിരുന്നു. അപ്പോഴേക്കും അത് കട്ടായിരുന്നു. ഷിയാബ് ഓൺലൈനുണ്ടായിട്ട് കോൾ എടുക്കാത്തതുകൊണ്ട് റിൻഷയ്ക്ക് വെപ്രാളം കൂടി. ഒന്ന് ഫോൺ എടുക്കുക ഷിയാബ്ക്ക എന്ന് ടൈപ്പ് ചെയ്ത് വിട്ടു, കൂടെ കരയുന്ന ഇമോജിയും. ആ മെസ്സേജ് അവൻ അപ്പോൾ തന്നെ സീൻ ചെയ്തു. എന്തോ പന്തികേട് തോന്നി റിൻഷയ്ക്ക് തിരിച്ചു വിളിച്ചു. ഹലോ, ആശി ആക്സിഡന്റ് ആയിട്ട് സിറ്റി ഹോസ്പിറ്റലാ. നീ അല്പം മോശമാണെന്നാ പറഞ്ഞ് എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. പറയുമ്പോൾ ഇല്ലാതായി പോവുകയായിരുന്നു അവൾ. കേട്ട വാർത്തയുടെ ഞെട്ടിൽ സകലതും മറന്ന് ഷിയാബിന്റെ ഒച്ച പൊന്തി. എന്താ നീ പറഞ്ഞ്? എന്റെ ആശി അവൻ? സത്യാണിക്ക, ബർത്ത്ഡേ വിഷയം വേണ്ടി ഞാൻ വിളിച്ചപ്പോ ഏതൊരാളെ ഫോൺ എടുത്ത് അയാൾ എന്നോട് ഈ വിവരം പറഞ്ഞു. റിൻഷയും ഷിയാബ് ഒരുപോലെ തളർന്നിരുന്നു. അധികമൊന്നും ചോദിക്കാതെ അവൻ കോൾ കെട്ടിയത് സെറ്റിലേക്ക് ഇരുന്നു. ആ മുഖഭാവം കണ്ട് ഉമ്മയും ഷിഫി അവനരിയിലേക്ക് ഓടിക്കൂടി. എന്താടാ, എന്തു പറ്റി? മിഴികൾ ഉയർത്തി അവരൊന്ന് ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി. ആശി, നമ്മുടെ ആശി, എന്റെ മോൻ എന്തു പറ്റിയടാ? ഉമ്മയുടെ തൊണ്ടയിടറുന്നുണ്ടായിരുന്നു ചോദിക്കുമ്പോൾ. ഹോസ്പിറ്റലാണ് ഉമ്മ. ആക്സിഡന്റ് ആയെന്ന് ഇപ്പൊ റിൻഷ പറഞ്ഞു. അതിൽ കൂടുതൽ എനിക്കറിയില്ല. എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ എത്തണം. ഷിയാബിന് സങ്കടം പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. ആശയുള്ള മുഴുവൻ സ്നേഹ ഹൃദയത്തിൽ നിറഞ്ഞിരുന്നു. ആ നിമിഷം അവന്റെ കുസൃതികൾ ഓരോന്നും മനസ്സിലേക്ക് തെളിഞ്ഞു വന്നപ്പോൾ ഷിയാബ് ഒന്ന് തേങ്ങിപ്പോയി. എല്ലാം കൂടി കേട്ട് ആദ്യാകെ തളർന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ വാ പൊത്തി പിടിച്ചവൾ പൊട്ടിക്കരഞ്ഞു. ഉമ്മ വാ, നമുക്ക് പോവാം. പെട്ടെന്ന് വന്ന ഓർമ്മയിൽ ഇരുന്നിരുന്ന് ഷിയാബ് പിടഞ്ഞെഴുന്നേറ്റു. ഉപ്പ? യാത്ര ചോദിക്കാനെന്നോണം അവന് നോട്ടം ഫെബിയുടെ ഉപ്പയിലേക്ക് നീണ്ടു. പോയിട്ട് വാ, അവനൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, വിഷമിക്കണ്ട. ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ആ അവസരത്തിൽ അങ്ങനെ പറയാനാണ് അയാൾക്ക് തോന്നിയത്. അത് കേട്ട് അവർ പോവാനായി തുനിഞ്ഞു. ഷിയാബേ? പെട്ടെന്നാണ് പുറകിൽ നിന്ന് ഫെബിയുടെ ശബ്ദമിരുന്ന്. എല്ലാവരും ഒരുപോലെ തിരിഞ്ഞു നോക്കി. പോകുമ്പോ ഇവളം കൂടി കൊണ്ടുപോയിക്കോ. തൽക്കാലം അവൾ നിന്റെ കൂടെ നിൽക്കട്ടെ.
ആദിയുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നീക്കി ഫെബി അത് പറയുമ്പോൾ ആ തീരുമാനത്തെ വീട്ടിലുള്ളവരെല്ലാവരും ശരിവെച്ചു. നിനക്ക് അത്യാവശ്യം വേണ്ടെന്നാണെന്ന് വെച്ചാൽ എടുത്തോ. മിഴികൾ നിറച്ച് തന്നെ മിഴിച്ചു നോക്കുന്നവളോടായി ഫെബി ഗൗരവത്തിൽ പറഞ്ഞു. ആദിയുടെ കാലുകൾ പതുക്കെ ചലിച്ചു തുടങ്ങി. സ്റ്റെയർ ബെഡ്റൂമിലേക്ക് ചെന്നവൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാരിപ്പെറുക്കി ബാഗിലാക്കുമ്പോൾ പൊട്ടി കരയുകയായിരുന്നു. ആഷി, ഫെബിക ഇടവും വലവും ചേർന്ന് നിന്ന രണ്ടുപേരും തന്റെ കൂടെയില്ലെന്ന് ഓർക്കുമ്പോഴേ വല്ലാത്ത തളർച്ച തോന്നി അവൾക്ക്. അവസാനമായി ആ മുറിയിലാകെ അവളൊന്ന് കണ്ണോടിച്ചു. ഫെബിയോടൊപ്പമുള്ള പല മുഹൂർത്തങ്ങളും മനസ്സിലേക്ക് തികട്ടിയെത്തിയപ്പോൾ എവിടുന്നോ ചുണ്ടിലൊരു ചിരി ഓടിയെത്തിയെങ്കിലും അത് നോവായി മാറാൻ അധിക സമയം വേണ്ടി വന്നില്ല. വീണ്ടും ഒരു പൊട്ടിക്കരച്ചിലോടെ അവൾ അവിടം വിട്ടിറങ്ങി. താഴേക്ക് എത്തുന്നതിന് മുന്നേ കണ്ണുകൾ അമർത്തി തുടച്ച് പരമാവധി കരച്ചിലിനെ അടക്കി പിടിച്ചു. ഇറങ്ങി ചെല്ലുമ്പോൾ ആദ്യേയും കാത്തെന്ന പോലെ നിൽക്കുന്നുണ്ടായിരുന്നു ഫെബി. അവന്റെ മുഖത്തെ പുച്ഛഭാവം അവളെ ഒന്നുകൂടി താഴ്ത്തി. എന്തിനോ അവൻ അവൾക്ക് നേരെ കൈ നീട്ടി. കാര്യം മനസ്സിലാവാതെ ആദ്യ ഒരു നിമിഷം അവനെ തന്നെ നോക്കി. ഞാനണിഞ്ഞ മഹർ അതവിടെ വെച്ചിട്ട് പോയാൽ മതി. ഇല്ല, എന്നെ കൊന്നാലും ശരി, അത് ഞാൻ എൻ്റെ കഴുത്തിൽ നിന്ന് ഒരു മാറ്റം പോകുന്നില്ല. അതെനിക്ക് അവകാശപ്പെട്ടതാ, തരൂല ഞാൻ. പറയുമ്പോൾ കഴുത്തിൽ തൂങ്ങിയാടുന്ന മഹർമാരി അവിടെ പിടുത്തം മുറുകിയിരുന്നു. പിന്നെ കൂടുതൽ സംസാരത്തിൽ നിൽക്കാതെ അവനെ മറികടന്നവൾ മുന്നോട്ട് പോയി. എല്ലാവരെയും നോക്കിയൊന്ന് തേങ്ങിക്കൊണ്ട് ഷിയാബിന്റെ പുറകിലായി നടന്നു. അവിടെ നടക്കുന്ന ബഹളങ്ങൾക്കൊപ്പം ആഷിയുടെ വിഷയം കൂടി വന്നതോടെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കാലിതുമെല്ലാം തടി തപ്പി. ഷിയാബിന്റെ കാറ് ഗേറ്റ് അടന്നു പോയതും ഫെബി ഓടി മുറിയിൽ ചെന്ന് കഥ കടച്ച് ലോക്ക് ചെയ്തു. ഒരു തളർച്ചയോടെ ബെഡിലേക്ക് മറന്നു വീണു. ഉള്ളം കയ്യിൽ മടക്കി പിടിച്ച ആ പേപ്പറുകൾ നിവർത്തി ഒന്നുകൂടി അതിലൂടെ കണ്ണോടിക്കുമ്പോൾ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം അവൻ പൊട്ടിക്കരഞ്ഞു പോയി. എന്തിനാ അവൾ എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്തു? പല ആവർത്തി മനസ്സിൽ ചോദിച്ചുകൊണ്ടിരുന്ന അത് മാത്രമായിരുന്നു. കുറച്ചു സമയം കരഞ്ഞപ്പോൾ മനസ്സിന്റെ ആശ്വാസം തോന്നി. മെല്ലെ എഴുന്നേറ്റ് പോയി ഒന്ന് ഫ്രഷായി വന്നു. തിരിച്ചിറങ്ങിയപ്പോഴാണ് അവനത് ശ്രദ്ധിക്കുന്നത്. ഒരു ചുവന്ന റോസാപ്പൂ നിലത്ത് വീണ് കിടക്കുന്നു. ടേബിളിൽ ഒരു ചെറിയ കേക്കും അതിനു ചുറ്റും കത്തിത്തീർന്ന ഒരു മെഴുകുതിരിയുടെ അടയാളങ്ങളും. ആ രണ്ടുപേരും കൂടി അവളുടെ ബർത്ത്ഡേ ആഘോഷിച്ചതായിരിക്കുമെന്ന് അവൻ ഊഹിച്ചു. വീണ്ടും ഹൃദയം നുറുങ്ങുന്ന വേദന തോന്നി തുടങ്ങിയവന്. ഒരിക്കൽ കൂടി കണ്ണുകളെ നിറയാൻ അനുവദിക്കാതെ പെട്ടെന്ന് ചെന്ന് അതെല്ലാം എടുത്ത് വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ടു. അപ്പോഴാണ് ഡോറിൽ മുട്ട കേൾക്കുന്നത്. ചെന്ന് നോക്കുമ്പോൾ ഉപ്പയാണ്. ഉപ്പ, എനിക്കൊന്ന് കിടക്കണം, നല്ല തലവേദന. അയാളെന്തെങ്കിലും ചോദിച്ചു തുടങ്ങുന്നതിന് മുന്നേ തന്നെ അവൻ അങ്ങോട്ട് പറഞ്ഞിരുന്നു. ശരി, കിടക്കണേ കിടന്നു, പക്ഷെ വാതിലടച്ച് ലോക്ക് ചെയ്യണ്ട, ഞാനെടുക്ക് വന്ന് നോയിക്കോളാം. അവനകത്തേ തിരിഞ്ഞ് ബെഡിൽ കയറി കിടന്നു. കണ്ണുകളടച്ചത് ആദിയുടെ ഓർമ്മകൾ ഓരോന്നായി മനസ്സിലേക്ക് ഓടിയെത്താൻ തുടങ്ങി. കണ്ണുനീർ മിഴിക്കോണിലൂടെ താഴോട്ട് ഒലിച്ചിറങ്ങി. ആശുപത്രിയിൽ എത്തുന്നവരെയും പരസ്പരം മിണ്ടാതെ ആഷിക്കൊന്നും പറ്റിയത് എന്ന പ്രാർത്ഥനയിലായിരുന്നു എല്ലാവരും. അവിടെ എത്തി വിവരങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് വിചാരിച്ചതിനേക്കാൾ സീരിയസ് ആണ് കാര്യങ്ങളെന്ന് മനസ്സിലാവുന്നത്. കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റൽ കഴിച്ചു കൂട്ടുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു ബന്ധുവിനെ വിളിച്ച് ഷിഫി അപ്പോൾ തന്നെ അവനോട് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അർജന്റായി ഒരു സർജറി വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞുകൊണ്ട് ബ്ലഡും മറ്റും അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഓടുകയാണ് ഷിഹാബ്. എല്ലാത്തിനും സാക്ഷിയായി ഉമ്മയും ആദ്യം പാവണക്കിനിരിക്കുന്നു. അവൾക്ക് മടുത്തു തുടങ്ങിയിരുന്നു. അത്രയ്ക്ക് ക്ഷീണം തോന്നുന്നുണ്ട്. കുറെ അധികം സമയമായിട്ടും വെള്ളവും ഭക്ഷണവും ഇല്ല. മനസ്സും ശരീരവും ഒരുപോലെ തളർന്നു പോയിരിക്കുന്നു. താനൊരു ഗർഭിണിയാണെന്ന് ഓർക്കുന്നതിന് അപ്പോഴാണ് എപ്പോഴും ആ ചെയറിൽ തന്നെ ഇരുന്നൊന്ന് മയങ്ങിപ്പോയി. കുറച്ചു സമയത്തിന് ശേഷം കാതുകളിലേക്ക് ഷിയാബിന്റെ ശബ്ദം കേട്ടാണ് അവൾ ഉറക്കമിടുന്നത്. കണ്ണുകൾ തുറക്കുമ്പോൾ ആഷിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ വിവരം ഉമ്മയോട് പറയുകയായിരുന്നു അവൻ. അതോടൊപ്പം ഇനി ഇവിടെ ഇരിക്കണ്ടെന്നും റൂം ശരിയാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞ് അവരോട് എഴുന്നേൽപ്പിച്ച് മേലെ റൂമിലേക്ക് നടത്തിച്ചു. ആദ്യം ഇരുന്നിടന്ന് എഴുന്നേറ്റ് അവരുടെ പുറകെ കൂടി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.